അസ്സാം വലൈക്കും, നമസ്കാരം. വെൽക്കം ടു ജസ്നാസ് കുക്കിംഗ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു മക്രോണി ഫ്രൈ ആണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഈ ഷേപ്പിലുള്ള നീളത്തിലുള്ള മക്രോണിയാണ് എടുത്തിട്ടുള്ളത്. ഇത് 400 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. ഞാനിതിൽ നിന്ന് പകുതിയാണ് ഇപ്പോൾ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമ്മളെ കയ്യിലുള്ള ഏത് മക്രോണി ആയാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇങ്ങനെ നീളത്തിലുള്ളതാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ നിന്ന് ഞാൻ പകുതി എടുത്തിട്ട് നന്നായിട്ട് കഴുകി എടുക്കുന്നുണ്ട്. അങ്ങനെ ഇത് മക്രോണിയൊക്കെ നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് കുറച്ചധികം വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ വെള്ളത്തിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് ഈ മക്രോണി ഇട്ടിട്ട് വേവിച്ചെടുക്കാം. പിന്നെ ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമില്ല, കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ബട്ടർ കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളതിൽ മക്രോണി വേവിച്ചെടുക്കുമ്പോൾ ഒരു മക്രോണിക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും. അപ്പോൾ അത് നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇപ്പോൾ ഇതാ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വെച്ച മക്രോണി ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. മക്രോണി ഞാനിപ്പോൾ ഇതൊരു 8 മിനിറ്റാണ് വേവിച്ചെടുക്കുന്നത്. ഒരു 1/4 ഭാഗം വെന്ത് കിട്ടിയാൽ മതി. ഫുള്ളായിട്ട് കുക്ക് ചെയ്തെടുക്കണ്ട, നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ സാധാരണ വേവിക്കുന്നതിന് കുറച്ചൊന്ന് വേവ് കുറച്ചെടുത്താൽ മതി. അപ്പോൾ ഒരു 1/4 ഭാഗം ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ മക്രോണിയൊക്കെ ഇതാ ഒരു 1/4 ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് അരിച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ അരിച്ചെടുക്കുമ്പോൾ ആദ്യം നമ്മൾ ഈ ചുടുവെള്ളം വേവിച്ചെടുത്ത വെള്ളം കളഞ്ഞ ശേഷം കുറച്ചധികം തണുത്ത വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഒന്ന് ആ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നതാണ്. എന്നിട്ട് ഒരു അരിപ്പയിലേക്ക് മാറ്റി വെച്ചിട്ടുള്ളതാണ്. നമ്മൾ ചുടുവെള്ളത്തിൽ നമ്മൾ ഈ മക്രോണി വേവിച്ചെടുത്ത വെള്ളം മാറ്റിയിട്ട് കുറച്ചധികം തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം കളഞ്ഞെടുക്കുമ്പോൾ മക്രോണി നന്നായിട്ട് വിട്ടിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ അത് കട്ട പിടിച്ചിരിക്കും നമ്മൾ വെള്ളം കളഞ്ഞ് വെച്ചാൽ. ഇപ്പോൾ ഇത് നന്നായിട്ട് വിട്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് വേണ്ടിയിട്ടുള്ളൊരു കോട്ടിങ് റെഡിയാക്കി എടുക്കണം മക്രോണിയിലേക്ക് വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ 3 ടേബിൾ സ്പൂൺ മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ മക്രോണി വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അപ്പോൾ അത് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമില്ല, കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുത്താൽ മതി, അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ച് വെച്ച മക്രോണി ഉണ്ടല്ലോ അതിലിട്ടിട്ട് ഒന്നുകൂടെ മിക്സാക്കി എടുക്കാം. വെള്ളമൊന്നും ഒഴിക്കണ്ട, അതുപോലെ മക്രോണിയിലും വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇനി നമുക്ക് ഈ മിക്സ് ഈ മക്രോണിയിലേക്ക് ഇട്ട് കൊടുക്കുക, ഈ പൗഡർ. അപ്പോൾ ഞാനിപ്പോൾ അത് മൊത്തത്തിൽ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് മിക്സാക്കിയ ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് മെല്ലെ എല്ലാ ഭാഗത്തേക്കും ആ പൊടി, ആ മൈദയുടെ മിക്സ് എല്ലാ ഭാഗത്തേക്കും ഒന്നാക്കി കൊടുക്കാം. ഇതുപോലെ നമ്മൾ മക്രോണി വേവിച്ചെടുക്കുമ്പോൾ ഒരുപാട് വെന്ത് ആക്കരുത്. അപ്പോൾ നമ്മളിതുപോലെ മിക്സ് ആക്കുമ്പോൾ അത് പൊട്ടിപ്പോവും. അപ്പോൾ ഈ ഒരു വേവിന് ഒരു 1/4 ഭാഗം വേവിച്ചെടുത്താൽ മതി മക്രോണി. ഇനി ഈ മിക്സാക്കി വെച്ച ഈ മക്രോണി ഒരു 5 മിനിറ്റ് അടച്ച് വെക്കണം. അപ്പോൾ ഈ പൊടിയൊക്കെ മക്രോണിയിൽ നന്നായിട്ടൊന്ന് പിടിച്ചു വരും. അതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു 5 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഞാനൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഓയിലൊന്ന് ചൂടായി വന്നാൽ നമുക്ക് മക്രോണി കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട്. ഞാനിതിൽ നിന്ന് പകുതി മക്രോണി ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഞാനിപ്പോൾ പകുതിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ആക്കിയിട്ട് ഒരു 5-6 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ മക്രോണി ഫ്രൈ ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. 2 സൈഡും ഒന്ന് ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നവരെ ഫ്രൈ ആക്കി എടുക്കണം. ചെറുതായിട്ടൊരു ബ്രൗൺ കളറായാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഞാനിതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം മക്രോണിയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മക്രോണിയൊക്കെ അത് നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്. ഈ ഒരു കളറായാൽ മതി. ഇനി നമ്മളിത് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചാൽ ഒന്നുകൂടെ കളർ മാറും. അപ്പോൾ ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഞാനിതൊക്കെ എണ്ണയിൽ നിന്ന് മാറ്റുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളത് കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ അതെല്ലാം എണ്ണയിൽ നിന്ന് മാറ്റിയ ശേഷം ബാക്കിയുള്ള മക്രോണി ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്.
വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്നതാണ്. നല്ല ക്രിസ്പി ആയിട്ടിരിക്കും ഇങ്ങനെ മക്രോണി ഫ്രൈ ചെയ്തെടുത്താൽ. അതുപോലെ എണ്ണ ഒന്നും ഒട്ടും കുടിക്കില്ല. അങ്ങനെ നമ്മുടെ മക്രോണി എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് സോസിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്, അതുപോലെ നല്ല ക്രിസ്പിയാണ്. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.